ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഒരു റെസിപ്പി വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് പോർക്കും കൂർക്കയും അങ്കമാലി സ്റ്റൈലിൽ നല്ല റോസ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. ഇതിന് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 വലിയ പീസ് ഇഞ്ചി, കരിവേപ്പില. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കടുകാണ്. എല്ലാവരും ചേർക്കാറില്ലെന്ന് എനിക്കറിയാം. കടുകും കുരുമുളകും പെരിഞ്ചീരകവും കറുവപ്പട്ടയും കരയാമ്പൊക്കെ കൂടി അടിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്ത് മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്ക് ആ സെയിം ജാറിൽ തന്നെ ഇട്ട് ആ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ഈ ഒരു പരുവത്തിലെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മസാല പോർക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ആ മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ആ മസാലയും കൂടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി മാക്സിമം അതിനകത്തോട്ട് ആ മസാല മീറ്റിലേക്ക് ഇറങ്ങണ പോലെ തിരുമ്മി എടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മളിത് വേവിച്ച് എടുക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ്. വിറകിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മൺചട്ടിയിൽ ഇട്ടിട്ട് വിറകടുപ്പിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ. അതിനുശേഷം ഇങ്ങനെ തള വന്ന് ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ മുറിച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി മിക്സ് ചെയ്ത് ഒരു വേവും കൂടി വേവിക്കാം. അതിനുശേഷം പുഴുങ്ങിയെടുത്ത കൂർക്ക, ഒരു 3/4 വേവുള്ള കൂർക്ക ആ തേങ്ങാക്കൊത്തിലോട്ടും പോർക്കിൻ്റെ മീറ്റിലേക്കും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വേവിച്ചെടുക്കാം. ഇത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേറൊരു ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നേരത്തെ ചതച്ചെടുത്ത മസാലയുടെ പകുതിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വഴഴുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത മസാല ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കും. അതിനുശേഷം സവാള ഇട്ടിട്ട് നല്ലോണം ഗോൾഡൻ കളറാവണ വരെ വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റാം ഈ ടൈമിൽ. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കണം പോർക്കും കൂർക്കയും തേങ്ങാക്കൊത്തൊക്കെ കൂടി ചീനിച്ചട്ടിയിലൂടെ തട്ടി ഇളക്കാം. നന്നായിട്ട് ഇളക്കാം. ഇങ്ങനെ വിറക് കുറച്ച് മാറ്റിയിട്ട് കനലിൽ ഇങ്ങനെ സ്ലോലി ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. നല്ല റോസ്റ്റാക്കി എടുക്കണം. ഈ ടൈമിൽ നമ്മൾ നേരത്തെ കുറച്ച് മസാല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് വഴറ്റി കൊടുക്കണം. ആ പെരുംജീരകവും കറുകപ്പട്ടയും കടുകൊക്കെ കൂടി പൊടിച്ചത്. അതിനുശേഷം ഒരു പിടിയോളം കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കണം. തീയുടെ ചൂട് കുറയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, കുറഞ്ഞേ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ കത്ത് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു വാഴയില ഇട്ടുകഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇതുപോലെ മൂടി ആ കനലിലിരുന്ന് ഒരു 10 മിനിറ്റ് അതുപോലെ അടച്ചു വെച്ചേക്കുക. അതിന് ശേഷം തുറന്ന് ഇളക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ പോർക്കും കൂർക്കയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതിനകത്ത് കടുക് ചേർത്തത് നേരത്തെ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞിരുന്നില്ലേ, കടുക് ചേർക്കുമ്പോൾ ഈ പോർക്കിൻ്റെ ഒരു
ചെറിയ ഒരു മുഷ്ക് ഫ്ലേവർ സ്മെല്ലൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിൽ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു കറി മെയിൻലി നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനാണ്, പിന്നെ പുട്ടിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ടും കൊള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.